ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. കള്ളപ്പണം പിടിക്കുക എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് റദ്ദാക്കലിലൂടെ ആ സമയത്ത് പ്രഖ്യാപിച്ച ലക്ഷ്യം. എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ലക്ഷ്യത്തിൻ്റെ സ്വഭാവം മാറ്റുകയും ക്യാഷ്ലെസ് സൊസൈറ്റി, പണരഹിത സമുദായ സൃഷ്ടിയാണ് തൻ്റെ ലക്ഷ്യമെന്ന് പറയുകയും ചെയ്തു. ഏതായാലും കള്ളപ്പണം പിടിക്കുന്നതിന് നമുക്ക് ഇതപര്യന്തമുള്ള ഏജൻസി എന്ന് പറയുന്നത് ഒന്ന് ഇൻകം ടാക്സ്, മറ്റൊന്ന് എൻഫോഴ്സ്മെൻറ്റ്, സാമ്പത്തിക രംഗത്തെ എൻഫോഴ്സ്മെൻറ്റ്. ഈ രണ്ട് വിഭാഗങ്ങളാണ് കള്ളപ്പണം പിടിക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്നത് എങ്കിൽ ഇതാ ഇപ്പോൾ കള്ളപ്പണം വേണ്ടുവോളം ലഭിക്കാത്തത് കൊണ്ടോ മറ്റോ ആയിരിക്കണം കള്ളപ്പണം പിടിക്കാൻ CBIയെ നിയോഗിക്കുന്നു കേന്ദ്ര സർക്കാർ. CBIക്ക് അവരേറ്റെടുത്ത കൃത്യങ്ങൾ ചെയ്യാൻ തന്നെ സമയമില്ലാതെ, അതിനുവേണ്ട ആളുകളില്ലാതെ ഇരിക്കുന്ന സമയത്താണ് ഇനി കള്ളപ്പണ വേട്ടയ്ക്ക് കൂടി CBIയെ നിയോഗിക്കാൻ പോകുന്നത് എന്നതാണ് അതിലുള്ള തമാശ. അത്തരമൊരു അവസ്ഥാന്തരം സംജാതമായതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് കള്ളപ്പണം പിടുത്തം ഗൗരവതരമായ ഫലങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. ഇന്ന് നമുക്ക് കിട്ടുന്ന കണക്കുകൾ, അതുമായി ബന്ധിപ്പിച്ച് നമുക്ക് കിട്ടുന്ന കണക്കുകൾ കഴിഞ്ഞ ഒരു മാസം 36 ദിവസം കൊണ്ട് ലഭിക്കുന്ന കണക്കുകളുടെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ കള്ളപ്പണ വേട്ട എന്ന പ്രഖ്യാപിത ലക്ഷ്യമുണ്ടല്ലോ, അത് വിജയിച്ചു എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ആ കാര്യങ്ങൾ നിൽക്കുന്നത്. ജന്മഭൂമി എന്ന സംഘപരിവാര പത്രം CBIയെ കള്ളപ്പണം പിടിക്കാൻ ഏൽപ്പിച്ച കാര്യം ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. കാണുക, വാർത്ത ഇങ്ങനെയാണ്: കള്ളപ്പണം പിടിക്കാൻ CBI. കെ സുജിത്താണ് വാർത്ത തരുന്നത്. കള്ളപ്പണം പിടിക്കാൻ ഇനി CBIയും. നോട്ട് റദ്ദാക്കിയതിനു ശേഷം ബാങ്ക് അക്കൗണ്ടുകളിലെ നിക്ഷേപങ്ങൾ അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ CBIക്ക് സ്വതന്ത്ര ചുമതല നൽകി. ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമാണ് ഇത്തരം കേസുകൾ നിലവിൽ കൈകാര്യം ചെയ്യുന്നത്. കള്ളപ്പണം വെളുപ്പിക്കാൻ സാധാരണക്കാരുടെ ജൻധൻ അക്കൗണ്ടുകൾ ഉൾപ്പെടെ ദുരുപയോഗപ്പെടുത്തിയതായി സംശയമുയർന്ന സാഹചര്യത്തിലാണ് CBIക്കും അന്വേഷണത്തിന് സർക്കാർ അധികാരം നൽകിയത്. അങ്ങനെ ഇനി CBIയും രംഗത്തേക്ക് എത്താൻ പോകുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ജന്മഭൂമി അതിൻ്റെ ഒന്നാം പുറത്തെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗവും കള്ളപ്പണ വേട്ടയുമായി ബന്ധിപ്പിച്ച, അഥവാ നോട്ട് റദ്ദാക്കലുമായി അതിൻ്റെ അനന്തരവുമായി ബന്ധിപ്പിച്ച വാർത്തകളാണ് നമുക്ക് തരുന്നത്. രണ്ടാമത്തെ വാർത്ത കാണുക. കള്ളപ്പണം പിടിക്കാൻ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായി 12.4 കോടി ബാങ്കിലെത്തി. 1000-ൻ്റെയും 10,000-ൻ്റെയും തുകയുടെ കാര്യമാണ് പറയുന്നത്. ക്ഷമിക്കുക, 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളുടെ കാര്യമാണ് പറയുന്നത്. ആ നോട്ടുകൾ തിരിച്ചു പിടിച്ചപ്പോൾ, റദ്ദാക്കിയപ്പോൾ അത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി ആളുകൾ എത്തിച്ചത് 12.44 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളാണ്. അത് സർക്കാർ പ്രതീക്ഷിച്ചതിലും അധികമാണ്. ആ അർത്ഥത്തിൽ സർക്കാരിൻ്റെ പ്രതീക്ഷയ്ക്ക് കവിഞ്ഞ് നോട്ടുകൾ ബാങ്കിലെത്തുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉള്ളടക്കം എന്ത് എന്ന് നമുക്ക് തുടർന്ന് കാണാം. ഏതായാലും 12.44 ലക്ഷം കോടി ബാങ്കിലെത്തി എന്ന അഭിമാനത്തോടെയാണ് ജന്മഭൂമി പറയുന്നത്. അസാധുവാക്കിയ 12.44 ലക്ഷം കോടി രൂപ ബാങ്കിലെത്തിയതായി റിസർവ് ബാങ്ക്. നോട്ട് റദ്ദാക്കിയ നവംബർ 8 മുതൽ ഈ മാസം 10 വരെയുള്ള കണക്കാണിത്. 4.61 ലക്ഷം കോടിയുടെ പുതിയ നോട്ടുകൾ വിതരണം ചെയ്തതായും RBI ഡെപ്യൂട്ടി ഗവർണർ R ഗാന്ധി പറഞ്ഞു എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. കള്ളപ്പണ വേട്ട നടക്കുന്ന സമയത്ത് ദില്ലിയിൽ ഒരു അഭിഭാഷകനിൽ നിന്ന് 14 കോടി രൂപ പിടിച്ചു എന്ന വാർത്ത ഇന്ന് പത്രലോകം തരുന്നു. ജന്മഭൂമി അതും ഒന്നാം പുറത്ത് തന്നെ തന്നിരിക്കുന്നു. ഇങ്ങനെ അഭിഭാഷകനെ 14 കോടി രൂപ അയാളുടെ ഓഫീസിൽ നിന്ന് പിടിച്ചപ്പോൾ ഇതൊക്കെ തൻ്റെ കക്ഷികൾ നൽകിയ പണമാണ് എന്നാണ് അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വലിയൊരു അഭിഭാഷകന് പോലും ഇത്രത്തോളം പണമൊന്നും സ്വന്തം ഓഫീസിൽ വയ്ക്കാൻ കഴിയാത്ത നിലവാരമുള്ള രാജ്യത്താണ് 14 കോടി രൂപ കക്ഷികൾ കേസുമായി ബന്ധിപ്പിച്ച്
പ്രതിഫലമെന്ന നിലയ്ക്ക് നൽകി എന്നൊക്കെ ഈ അഭിഭാഷകൻ പറയുന്നത് കാണുക. ആ വാർത്ത, അഭിഭാഷകനിൽ നിന്ന് 14 കോടി പിടിച്ചു. ഡൽഹിയിലെ അഭിഭാഷകനിൽ നിന്ന് CBI 14 കോടി രൂപ പിടിച്ചു. രോഹിത് ടാണ്ടൻ്റെ ഗ്രേറ്റർ നോയിഡയിലെ ഓഫീസിൽ നിന്നാണ് കള്ളപ്പണം പിടിച്ചത്. 14 കോടിയിൽ 2.5 കോടിയുടെ പുതിയ 20,000 രൂപ നോട്ടുകളായിരുന്നു. 6 പെട്ടികളിലായി സൂക്ഷിച്ചിരുന്ന പണം 2 നോട്ടെണ്ണൽ യന്ത്രം ഉപയോഗിച്ചാണ് എണ്ണിയത്. തനിക്ക് കക്ഷികളിൽ നിന്ന് ലഭിച്ച പണമാണിതെന്നാണ് അഭിഭാഷകൻ്റെ വാദം. അതുകൊണ്ടും തീർന്നില്ല. കള്ളപ്പണം പിടിക്കുന്നതിൻ്റെ ഭാഗമായി ബാങ്കുകളിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ മിച്ചം അല്ലെങ്കിൽ ബാക്കി പത്രം നമുക്ക് ലഭിക്കുന്നു. RBI ഓഫീസറടക്കം 8 പേരെ പിടിച്ചിരിക്കുന്നു. RBI ഓഫീസറടക്കം 8 പേർ അറസ്റ്റിൽ. അവരുടെ കയ്യിൽ നിന്ന് കോടികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായ പരിശോധന തുടരുന്നു. CBI റെയ്ഡിൽ ബാംഗ്ലൂരിൽ RBI ഓഫീസറും 7 ഇടനിലക്കാരും അറസ്റ്റിലായി എന്ന വാർത്തയും ജന്മഭൂമി ഇന്ന് ഒന്നാം പുറത്ത് തരുമ്പോൾ, ജന്മഭൂമിയുടെ ഒന്നാം പുറത്തെ പ്രധാനപ്പെട്ട സ്ഥലമൊക്കെ നോട്ട് റദ്ദാക്കലുമായി ബന്ധിപ്പിച്ച വാർത്തകൾ കൊണ്ട് നിറഞ്ഞ് കവിയുന്നു. ബജറ്റിൻ്റെ കാലമാണ് വരാൻ പോകുന്നത്. ഫെബ്രുവരി 17 എന്ന ബജറ്റിൻ്റെ കാലം മാറ്റി 1-ാം തീയതി തന്നെ, ഫെബ്രുവരി 1-ാം തീയതി തന്നെ ബജറ്റ് അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴത് നടത്താൻ കഴിയുമോ ഇല്ലയോ എന്ന തർക്കം ഇന്നലെ പത്രങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ പങ്ക്തിയിലും അത് ഉന്നയിക്കപ്പെട്ടിരുന്നു. ഏതായാലും ബജറ്റ് വരുമ്പോൾ ബജറ്റിൻ്റെ പൊതു സ്വഭാവം എന്ത് എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു മുൻസൂചന ലഭിക്കുന്നു. മുൻസൂചന തന്നത് ധനമന്ത്രി തന്നെയാണ്. അതുകൊണ്ടത് ആധികാരികവുമാണ്. ഇത്തവണ ബജറ്റ് വരുമ്പോൾ നോട്ട് നിരോധനവുമായി ബന്ധിപ്പിച്ചുണ്ടായ പൊതു സാഹചര്യത്തെ മുൻനിർത്തി, പണം ബാങ്കുകളിൽ കുമിഞ്ഞുകൂടിയ അവസ്ഥയെ മുൻനിർത്തി നമുക്ക് നികുതി കുറയും എന്ന പ്രതീക്ഷയാണ് ധനമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അഥവാ നോട്ട് റദ്ദാക്കലിൻ്റെ ഒരു ഗുണഫലമെന്ന നിലയ്ക്കാണ് ബജറ്റിൻ്റെ നികുതി നിർദ്ദേശം വരാൻ പോകുന്നത് എന്ന സ്പഷ്ടമായ സൂചന ധനമന്ത്രി തന്നിരിക്കുന്നു. കാണുക, നികുതി കുറയുമെന്ന ശീർഷകത്തിൽ മലയാള മനോരമ അത് ലീഡ് വാർത്തയാക്കിയിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിൽ വൻ ഇളവുകൾ പ്രതീക്ഷിക്കാമെന്ന സൂചന നൽകി ജെയ്റ്റ്ലി. പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകൾ കുറഞ്ഞേക്കും. കറൻസി അസാധുവാക്കൽ നടപടിയുടെ ഫലമായി പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകൾ കുറയുമെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി സൂചന നൽകി. ഫെബ്രുവരി 1-ന് കേന്ദ്ര ബജറ്റിൽ വൻ ഇളവുകൾ പ്രതീക്ഷിക്കാമെന്ന സൂചനയാണ് ജെയ്റ്റ്ലി നൽകിയത്. കണക്കിലില്ലാത്ത പണം ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുമെന്നും നിരക്കുകൾ കുറയ്ക്കാൻ സാഹചര്യമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കണക്കിലധികം പണമാണ് ബാങ്കുകളിൽ കുമിഞ്ഞുകൂടുന്നത് എന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നോട്ട് പ്രതിസന്ധിയുമായി ബന്ധിപ്പിച്ചും അതുപോലെ തന്നെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായുമൊക്കെ UDF നടത്തുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഇന്ന് ദില്ലിയിൽ UDFൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ധർണ നടക്കുകയാണ്. വീക്ഷണം എന്ന പത്രം, UDFൻ്റെ തന്നെ പത്രം, ആ വാർത്ത 1-ാം പേജിൽ തരിക സ്വാഭാവികം. നോട്ട് പ്രതിസന്ധിയും റേഷൻ നിഷേധവും, ദില്ലിയിൽ ഇന്ന് UDF ധർണ എന്ന ശീർഷകത്തിലാണ് വാർത്തയെത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ UDFൻ്റെ നേതാക്കൾ എല്ലാവരും ദില്ലിയിലുണ്ടായിരുന്നു. അവർ രാഷ്ട്രപതിയെയും ധനമന്ത്രിയെയും മാറി മാറി കാണുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ധർണ പ്രക്ഷോഭം നടത്തുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം: ജനജീവിതത്തെ വഴിമുട്ടിക്കുകയും സാധാരണക്കാരെ തീരാ ദുരിതത്തിലാഴ്ത്തുകയും ചെയ്ത പ്രധാനമന്ത്രിയുടെ വീണ്ടും വിചാരമില്ലാത്ത നോട്ട് പരിഷ്കരണത്തിനും സഹകരണ പ്രസ്ഥാനത്തെ പാടെ നശിപ്പിക്കാനുള്ള ഹീനശ്രമങ്ങൾക്കുമെതിരെയുള്ള കേരളത്തിൻ്റെ പ്രതിഷേധം ഇന്ന് രാജ്യ തലസ്ഥാനത്ത് ആഞ്ഞടിക്കും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ UDF MLAമാരും MP മാരും ഇന്ന് ജന്തർ മന്ദറിൽ ധർണ നടത്തും എന്നും വീക്ഷണം പത്രം പറയുന്നു. കള്ളപ്പണത്തെ സംബന്ധിച്ച്
പണം തിരികെ വരുമ്പോൾ ബാങ്കുകളിലേക്ക് എത്തുമ്പോൾ കള്ളപ്പണം എത്രയുണ്ട്, എങ്ങനെയുണ്ട് എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയും എന്നെല്ലാമാണ് പ്രധാനമന്ത്രി ആഗ്രഹിച്ചത് എങ്കിൽ കള്ളപ്പണം ബാങ്കിലേക്ക് 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ ബാങ്കിലേക്ക് തിരിച്ചെത്തുകയും അത് 12.44 കോടി കഴിയുകയും ചെയ്യുമ്പോൾ സർക്കാരിന് അതിൻ്റെ കണക്ക് പിഴച്ചു. അത് സത്യത്തിൽ വിജയമല്ല. അവർ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പണം വരുമ്പോൾ അത് വിജയമാവുകയല്ല, മറിച്ച് കള്ളപ്പണം നാം പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ കുറവാണ് എന്ന നിലയ്ക്കാണ് ബോധ്യപ്പെടലുകൾ ഉണ്ടാകുന്നത്. 50 ദിവസത്തെ സമയമാണ് പ്രധാനമന്ത്രി ചോദിച്ചത്. 35 ദിവസം കഴിയുന്നു. ബാക്കി 15 ദിവസത്തെ കൂടി പണത്തിൻ്റെ വരുമാനം പരിശോധിച്ചാൽ അത് 12.44 കോടിയിൽ കവിയുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെ വരുമ്പോൾ കള്ളപ്പണം വളരെ കുറവായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ ഇത്ര ചെറിയ ഒരു കള്ളപ്പണപ്പിടുത്തത്തിന് വേണ്ടിയായിരുന്നോ ഈ ബഹളങ്ങളും പുക്കാറും എന്നൊക്കെ ആളുകൾ മൂക്കത്ത് വിരൽ വെച്ച് ആലോചിച്ചു പോകും. കേരള കൗമുദിയുടെ 1-ാം പേജ് കാണുക. സർക്കാരിൻ്റെ കണക്ക് പിഴച്ചു എന്ന ശീർഷകത്തിൽ ആ വാർത്ത നമുക്ക് തരുന്നു. അതിങ്ങനെ: പഴയ നോട്ടുകൾ മാറ്റിയെടുക്കാൻ 2 ആഴ്ച ബാക്കിയിരിക്കെ 80% തിരിച്ചെത്തിയത് കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് തെറ്റിക്കുന്നതാണ്. നോട്ട് അസാധുവാക്കുന്നതിലൂടെ 3 ലക്ഷം കോടിയുടെ കറൻസിയെങ്കിലും ഇല്ലാതാകുമെന്ന് സർക്കാർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 14 ലക്ഷം കോടി ആകെയുള്ള പണത്തിൻ്റെ കാര്യത്തിൽ 12.44 ലക്ഷം കോടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ബാക്കി എത്രയാണ്? ഇനിയും 15 ദിവസം ബാക്കി നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഗൗരവതരമായി കള്ളപ്പണമൊന്നും ഉണ്ടായിരുന്നില്ല സർക്കുലേഷനിൽ എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ അനുമാനങ്ങൾ എത്തിച്ചേരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഉള്ള ഒരവസ്ഥ. നോട്ട് റദ്ദാക്കലുമായി ബന്ധിപ്പിച്ച് ഉണ്ടായ മറ്റൊരു ഗൗരവതരമായ മാറ്റത്തെ സംബന്ധിച്ച വാർത്ത ഇന്ന് ദീപിക അതിൻ്റെ 1-ാം പേജിൽ തന്നെ പ്രാധാന്യത്തോടെ തരുന്നു. നോട്ട് കറൻസി പിൻവലിക്കലിനെ തുടർന്ന് വ്യാപാര രംഗത്തും വ്യവസായ രംഗത്തും വൻ മാന്ദ്യം ഉണ്ടായി. അതിൻ്റെ പ്രത്യക്ഷമായ ഒരു ഉദാഹരണം ബാങ്ക് വായ്പ ഗണനീയമായി കുറഞ്ഞിരിക്കുന്നു എന്നതാണ്. അപ്രകാരം ബാങ്ക് വായ്പ കുറയുമ്പോൾ വ്യാപാര വ്യവസായ മാന്ദ്യം വരും. അങ്ങനെ മാന്ദ്യം വന്നു കഴിഞ്ഞതിൻ്റെ കണക്ക് ദീപിക ബാങ്കുകളിൽ നിന്ന് ശേഖരിച്ച കണക്ക് നമ്മോട് പറയുന്നു. കാണുക. കറൻസി പിൻവലിക്കലിൻ്റെ സാമ്പത്തിക ആഘാതം വലുതാകുമെന്ന് വ്യക്തമായി. നവംബറിൽ ബാങ്ക് വായ്പകളിൽ 1.2 ലക്ഷം കോടി രൂപയുടെ ഇടിവുണ്ടായി. നവംബർ 11 അവസാനിച്ച ദ്വൈവാരത്തിൽ 59,000 കോടി രൂപയും 25 അവസാനിച്ച ദ്വൈവാരത്തിൽ 61,000 കോടി രൂപയും കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് കടമെടുക്കുന്ന തുക കുറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം സാമ്പത്തിക രംഗത്ത്, പ്രത്യേകിച്ച് വ്യാപാര വ്യവസായ രംഗത്ത് മാന്ദ്യം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അത് 50 ദിവസം കഴിഞ്ഞാലും പെട്ടെന്ന് പരിഹരിക്കാവുന്നതല്ല. നമ്മുടെ ധനമന്ത്രി പറഞ്ഞതുമാതിരി ഒരുപക്ഷെ 1 വർഷത്തോളം എടുത്തേക്കാം ഈ മാന്ദ്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പിൽക്കാലത്ത് പരിഹരിക്കാൻ എന്ന അവസ്ഥയാണിപ്പോൾ സംജാതമായിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കള്ളപ്പണത്തെ സംബന്ധിച്ച സർക്കാരിൻ്റെ പ്രതീക്ഷ മങ്ങുന്ന വാർത്തയാണ്. 12.44 ലക്ഷം കോടി രൂപ എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇനി വളരെ കുറച്ച് രൂപ മാത്രമേ ബാങ്കിൽ തിരിച്ചെത്താനുള്ളൂ. 15 ദിവസം ബാക്കി കിടക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കള്ളപ്പണം ഗവൺമെൻറ് വിചാരിച്ചത് മാതിരി അത്ര ഗൗരവതരമായൊരു പ്രതിഭാസമല്ല നമ്മുടെ സമ്പദ്ഘടനയിൽ എന്ന് അനുമാനിക്കേണ്ടി വരും. അതാകട്ടെ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിച്ച കാര്യവുമാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഈ പരിഷ്കാരം ഒരു തുഗ്ലക്കിൻ്റെ പരിഷ്കാരമാണ് എന്ന് അവർ കളിയാക്കുകയും ചെയ്തത്. ഇന്ന് പത്രലോകം തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അടുത്ത വർഷം നീറ്റ് പരീക്ഷ പ്രാദേശിക ഭാഷകളിലും എഴുതാം എന്ന സമീപന മാറ്റത്തെ സംബന്ധിച്ച വാർത്തയാണ്. ഇതുവരെ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് അത് എഴുതാൻ കഴിഞ്ഞിരുന്നത് എങ്കിൽ മറ്റ് പ്രാദേശിക ഭാഷകളിലേക്കും ആ സൗകര്യം വ്യാപിപ്പിക്കുന്നു അടുത്ത വർഷം മുതൽ എന്നാണ് അധികാരികൾ പറയുന്നത്. ആ വാർത്ത ഇന്ന്
മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ തരുന്നു. അടുത്ത വർഷം നീറ്റ് പ്രാദേശിക ഭാഷകളിലും. മനോജ് മേനോൻ ദില്ലിയിൽ നിന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇംഗ്ലീഷിനും ഹിന്ദിക്കും പുറമെ 6 പ്രാദേശിക ഭാഷകളിൽ അടുത്ത വർഷം മുതൽ നീറ്റ് പരീക്ഷ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ മാതൃഭൂമിയോട് പറഞ്ഞു. തമിഴ്, തെലുങ്ക്, മറാഠി, ആസാമീസ്, ബംഗാളി, ഗുജറാത്തി എന്നീ പ്രാദേശിക ഭാഷകൾ കൂടി പരീക്ഷ നടത്താനാണ് ആലോചന. അതിലൊന്നും നമ്മുടെ മലയാളം പെട്ടിട്ടില്ല എന്നത് മലയാളികളായ പരീക്ഷാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് ദുഃഖകരമായ ഒരു അവസ്ഥയുമാണ്. നമ്മുടെ ചീഫ് സെക്രട്ടറിക്കെതിരെ കോടതി വിമർശനം വന്ന കഥ, ആ വാർത്ത മലയാള മനോരമ അതിൻ്റെ വർത്തമാനം പുറത്ത് വളരെ ഗൗരവതരമായി തന്നെ തന്നിരിക്കുന്നു. ശ്രീലേഖയ്ക്കെതിരായ കേസിലാണ് ചീഫ് സെക്രട്ടറി വിജിലൻസ് കോടതി ചീഫ് സെക്രട്ടറിയെ വിമർശിച്ചത്. അദ്ദേഹത്തിൻ്റെ അക്കാര്യത്തിലുള്ള വിശദീകരണം സ്വീകാര്യമല്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് വിജിലൻസ് കോടതി. ആ വാർത്ത ഇന്ന് മലയാള മനോരമ തരുന്നത് ഇപ്രകാരമാണ്. ഇൻ്റലിജൻസ് മേധാവി ADGP ആർ ശ്രീലേഖയ്ക്കെതിരായ അന്വേഷണം വൈകിപ്പിച്ചു എന്ന ഹർജിയിൽ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദിന് വിജിലൻസ് കോടതിയുടെ വിമർശനം. ഗതാഗത കമ്മീഷണറായിരിക്കെ ശ്രീലേഖ ക്രമക്കേട് നടത്തിയെന്ന റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി അന്വേഷണം നടത്തി സർക്കാരിന് കൈമാറാതെ 5 മാസത്തോളമായി പൂഴ്ത്തി എന്ന പരാതിയിൽ വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് നൽകിയപ്പോഴാണ് കോടതി അതൃപ്തി രേഖപ്പെടുത്തിയത്. അതേ സംബന്ധിച്ച ചീഫ് സെക്രട്ടറിയുടെ നിലപാട് അത്രത്തോളം വിശ്വാസയോഗ്യമായി കോടതിക്ക് തോന്നിയിട്ടില്ല എന്നാണ് ഈ വാർത്ത പറയുന്നത്. NIAക്കെതിരെ മുസ്ലിം ലീഗിൻ്റെ രൂക്ഷ വിമർശനം എന്ന വാർത്തയാണ് ഇന്ന് പത്രലോകം തരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. UAPA പോലെയുള്ള ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ, വർഷങ്ങളായി ചെറുപ്പക്കാർ തടവറയിൽ കിടക്കേണ്ടി വരുന്ന വകുപ്പുകൾ NIA ചാർത്തി കൊടുക്കുന്നത് മുസ്ലിം വിഭാഗത്തിനെതിരെ മാത്രമാണെന്നും മറ്റ് വിഭാഗങ്ങൾക്കെതിരെ അങ്ങൊരു സമീപനം NIA സ്വീകരിക്കുന്നില്ല എന്നും ഒക്കെയുള്ള ആക്ഷേപമാണ് മുസ്ലിം ലീഗ് ഉന്നയിച്ചിരിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വിഭാഗത്തിൻ്റെ അമർഷം രേഖപ്പെടുത്തുന്നതായി ഈ തീരുമാനം മാറിയിരിക്കുന്നു. NIAയുടേത് പക്ഷപാതപരമായ നടപടി എന്നാണ് മുസ്ലിം ലീഗിൻ്റെ അക്കാര്യത്തിലുള്ള നിലപാട്. ആ വാർത്ത മംഗളം എന്ന പത്രം വളരെ പ്രാധാന്യത്തോടെ 1-ാമത്തെ പേജിൽ തന്നെ നമുക്ക് തരുന്നു, കാണുക. ദേശീയ അന്വേഷണ ഏജൻസി പക്ഷപാതപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് മുസ്ലിം ലീഗ്. സക്കീർ നായിക്കിനെ പോലുള്ള മതപ്രബോധകരെ വേട്ടയാടുന്നത് NIAയുടെ ക്രൂര വിനോദമായി മാറിയെന്ന് പാർട്ടി ദേശീയ വക്താവ് ET മുഹമ്മദ് ബഷീർ MP ആരോപിച്ചു. ദില്ലിയിൽ നടന്ന ദേശീയ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ അതേ സംബന്ധിച്ച NIAയുടെ സമീപനത്തിനെ എതിർത്ത് മുസ്ലിം ലീഗ് തുറന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ബുഹൻവാനി കാശ്മീരിൽ സർക്കാരിൻ്റെ വെടിയേറ്റ് മരിച്ച പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെ വെടിയേറ്റ് മരിച്ച ബുഹൻവാനി അദ്ദേഹത്തിൻ്റെ വധത്തിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തിയ വകയിൽ 100ഓളം ആളുകൾ തുടർന്ന് വെടിവെച്ച് കൊല്ലപ്പെടുകയുണ്ടായി. ബുഹർവാനിയുടെ വധത്തിന് ശേഷം കാശ്മീർ സംഘർഷത്തിൽ മരിച്ച ആളുകളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. വളരെ ഗൗരവതരമായൊരു വാർത്തയാണിത്. നഷ്ടപരിഹാരം നൽകുന്നത് ആർക്കാണ്? ബുഹൻവാനിയെ ഒരു ഭീകരനായിട്ടാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത്. അങ്ങനെ ബുഹൻവാനിയെ, വധിക്കപ്പെട്ട ബുഹൻവാനിക്ക് അനുകൂലമായി പ്രകടനം നടത്തിയ ആൾക്കാരെ വെടിവെച്ച് കൊന്നപ്പോൾ അവരൊക്കെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് എന്ന നിലപാട് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരുന്നു. അങ്ങനെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന, ഭീകരരായിരിക്കുന്ന ആളുകളുടെ മരണത്തിന് നഷ്ടപരിഹാരം നൽകുമ്പോൾ അവർ സത്യത്തിൽ ഭീകരരല്ല എന്ന നിലയ്ക്ക് ഉള്ള വ്യാഖ്യാനത്തിലേക്ക് കാര്യങ്ങൾ വരും. അങ്ങനെയാണെങ്കിൽ ഭീകരരല്ലാത്ത ആളുകളെ നമ്മുടെ സൈന്യം തന്നെ, നമ്മുടെ നാട്ടുകാരെ എന്തിന് വെടിവെച്ചു കൊന്നു എന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ മറുപടി പറയേണ്ടി വരും. ഇപ്പോഴും കാശ്മീർ ശാന്തമായിട്ടില്ല എന്ന് നാം ഓർക്കണം. ഈ വാർത്ത സിറാജ് എന്ന പത്രം ദേശീയ പുറത്താണ് തരുന്നത്. കാശ്മീർ സംഘർഷത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം.
ഹിസ്ബുൾ മുജാഹിദീൻ നേതാവ് ബുർഹാൻ വാനിയുടെ സഹോദരൻ ഉൾപ്പെടെ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ട 17 പേരുടെ ബന്ധുക്കൾക്ക് 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ജമ്മു കാശ്മീർ സർക്കാർ തീരുമാനമെടുത്തു. ഇത് സംബന്ധിച്ച അന്തിമ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. ഏതായാലും ആ സർക്കാരിൽ പങ്കാളിയാണ് BJPയും. ജമ്മു കാശ്മീർ സർക്കാരിൽ സഖ്യകക്ഷിയാണ് BJP. ഉപമുഖ്യമന്ത്രി അവരുടെ ആളുമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ളൊരു മന്ത്രിസഭ ഇത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ അതേ സംബന്ധിച്ച മുൻ നിലപാടിൽ നിന്ന് BJP പുറകോട്ട് പോകുകയാണ്. ഒരു വെളിപ്പെടുത്തലും ഇല്ലാതെയാണ് ഈ പുറകോട്ട് പോക്ക് എന്നും നാം മനസ്സിലാക്കണം. അമേരിക്കയുമായുള്ള പ്രതിരോധ പങ്കാളിത്തത്തിൽ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന അനന്യമായ സ്ഥാനം, ആ സ്ഥാനത്തെ ചൊല്ലി ഗൗരവതരമായ ഭിന്നാഭിപ്രായം CPMൻ്റെ നേതാവ് സീതാറാം യെച്ചൂരി പാർലമെൻറ്റിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. അമേരിക്കയുമായി വഴിവിട്ട ഇത്തരം ചെങ്ങാത്തം ഇന്ത്യക്ക് ഗുണം ചെയ്യില്ല എന്ന നിലപാടാണ് അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത്. മാറി വന്നിരിക്കുന്ന ഈ സമീപനം എന്തുകൊണ്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നില്ല എന്ന കാര്യവും അദ്ദേഹം ചോദിക്കുന്നു. പല കാര്യങ്ങളും പാർലമെൻറ്റിൽ അവതരിപ്പിക്കാതെ ഒളിച്ചു കളിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് എന്ന കാര്യം നാം മറക്കരുത്. ഏതായാലും ആ വാർത്ത ഇന്ത്യ ലോകം പേജ്, ദേശാഭിമാനിയുടെ ഇന്ത്യ ലോകം പേജ് ഇന്ന് നമുക്ക് തരുന്നു. നമുക്ക് ആ വാർത്തയിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. അമേരിക്കയുമായുള്ള പുതിയ പ്രതിരോധ കരാറിൻ്റെ വിശദാംശങ്ങൾ പാർലമെൻറ്റിൽ വയ്ക്കണമെന്നാണ് യെച്ചൂരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. അമേരിക്ക ഇന്ത്യക്ക് പ്രമുഖ പ്രതിരോധ പങ്കാളി പദവി നൽകിയതിൻ്റെയും ഇരു രാജ്യവും തമ്മിൽ ഒപ്പിട്ട സൈനിക വിന്യാസ സഹകരണ കരാറിൻ്റെയും വിശദാംശങ്ങൾ പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. പ്രമുഖ പ്രതിരോധ പങ്കാളി പദവി ഇന്ത്യക്ക് ലഭിച്ച സവിശേഷ സ്ഥാനമാണെന്നും ഇന്ത്യ അമേരിക്കയുടെ ഉറ്റ കൂട്ടാളിയായി മാറിയെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതിനെതിരെയാണ് ഇദ്ദേഹത്തിൻ്റെ യെച്ചൂരി കത്തയച്ചിരിക്കുന്നത്. പ്രതിരോധ ബന്ധങ്ങളിൽ ഇന്ത്യയുടെ ദീർഘകാല നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണിത്. ഇക്കാര്യത്തിൽ സർക്കാർ പാർലമെൻറ്റിനെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇക്കാര്യത്തിലും സർക്കാർ പാർലമെൻറ്റിനെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന നിലപാടാണ് യെച്ചൂരി ഉന്നയിച്ചിരിക്കുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനം. അതിനു മുമ്പ് മറ്റൊരു ചെറിയ പരസ്യ ഇടവേള. കേരളത്തെ മനോഹരമാക്കുന്ന ഒരു പ്രധാന ഘടകം അതിൻ്റെ ഹരിത സ്വഭാവമാണ്. എന്നാൽ ആ ഹരിതാഭ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ഹരിത കേരളം പദ്ധതിയെപ്പറ്റി ഒരു ലേഖനം ഇന്ന് മംഗളം എന്ന പത്രത്തിൽ തൻ്റെ തപോവന ചിന്തകൾ എന്ന കോളത്തിൽ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്യ എഴുതിയിട്ടുണ്ട്. ഹരിത കേരളം സ്വപ്ന യാഥാർത്ഥ്യത്തിനായി നാം പ്രയത്നിക്കണം എന്ന ശീർഷകത്തിലാണ് ആ ലേഖനം മംഗളം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാണുക. അവശേഷിക്കുന്ന പച്ചപ്പിൻ്റെ ഉറപ്പിൽ കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെ നേരിടാനാകില്ല. എന്നാൽ വരും തലമുറയ്ക്ക് അതിൻ്റെ എല്ലാ നന്മകളോടെയും കൈമാറണമെന്ന ബോധ്യത്തിൽ നിന്നാണ് ഹരിത കേരളം പദ്ധതി രൂപം കൊണ്ടത്. 1995 ശേഷമാണ് കേരളത്തിലെ താപനിലയിൽ മാറ്റമുണ്ടായത്. കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ താപനില 40 ഡിഗ്രി കടന്നു. സൂര്യതാപമേറ്റ് കുഴഞ്ഞു വീണവരുടെ എണ്ണവും വർദ്ധിച്ചു. പഴയകാല സ്മരണകളിൽ അഭിരമിക്കുന്നത് അവസാനിപ്പിച്ച് യാഥാർത്ഥ്യബോധത്തോടെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യണം എന്നാണ് ജ്ഞാനതപസ്വി നമ്മോട് പറയുന്നത്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നത് ഇപ്പോൾ പരസ്യവാചകം മാത്രമല്ല, മറിച്ച് ഭൂമിശാസ്ത്രപരമായ സൗഭാഗ്യം കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. കർമ്മസന്നദ്ധതയുള്ള ജനങ്ങൾക്ക് മാത്രമേ പ്രകൃതി സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കാനാകൂ. അത്തരം സമൂഹത്തിന് നാളെയുടെ നന്മയ്ക്കായി നമുക്ക് കൈകോർക്കാം എന്ന നിലയ്ക്കൊരു വിചാരമാണ് അദ്ദേഹം നടത്തുന്നത് ഈ ലേഖനത്തിൽ. ഇനി ഇന്നത്തെ ചിത്രം. തമിഴ്നാട്ടിൽ വർധ ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം ഇന്നലെ 10ഉം 12ഉം ഒക്കെ പറഞ്ഞെങ്കിൽ അത് 18ആയി ഉയർന്ന വാർത്തയാണ് ഇന്ന് പത്രലോകം തരുന്നത്. എന്നാൽ കാറ്റിൻ്റെ ഭീതി ഒഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ തിരിച്ചു വരുന്നു. ഈ ചിത്രം കാണുക. കാറ്റൊഴിഞ്ഞപ്പോൾ കടലിറങ്ങിയപ്പോൾ കരയിൽ അടിഞ്ഞു നിൽക്കുന്നു. ആ പതയിൽ കളിച്ചു രസിക്കുന്ന കുട്ടികളുടെ ഉല്ലാസ ചിത്രമാണ്
ഇന്ന് പത്രങ്ങൾ തരുന്നത്. മാധ്യമം അത് ഒന്നാം പുറത്ത് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.